നമസ്കാരം. ബീഹാറിലെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ ബീഹാറിൽ 40 സീറ്റുകളാണുള്ളത്. ലോക്സഭയിൽ 370 എന്ന മാന്ത്രിക സംഖ്യ ലക്ഷ്യമിടുന്ന BJPക്കും പരമാവധി സീറ്റുകൾ പിടിക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെ ശ്രമങ്ങൾക്കും ഏറെ നിർണായകമാണ്. JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന നിതീഷ് കുമാർ തിരികെ NDAയുടെ പാളത്തിലേക്ക് എത്തിച്ചതോടെ 2019 മിന്നും വിജയം ആവർത്തിക്കാനാണ് BJPയുടെ ശ്രമം. അന്ന് 40 സീറ്റിൽ 39 സീറ്റാണ് സഖ്യം നേടിയത്. നിതീഷ് കുമാറിനെ മറികടന്ന് ചാടിച്ചത് ഇന്ത്യ മുന്നണിയെ നിലംപരിശാക്കാനുള്ള രാഷ്ട്രീയ നീക്കമായിരുന്നു. പ്രതിപക്ഷ സഖ്യത്തിന് മാനസികമായി ഒരു തിരിച്ചടി നൽകിക്കൊണ്ടാണ് നിതീഷ് കുമാർ NDAയിലേക്ക് കൂടുമാറിയിരിക്കുന്നത്. അതേസമയം BJPയുടെ ബദൽ മുഖമായി RJD നേതാവും ലാലു പ്രസാദ് യാദവിന്റെ മകനുമായിട്ടുള്ള തേജസ്വി യാദവിന്റെ വളർച്ച ശ്രദ്ധേയമാണ്. യുവതയുടെ പ്രതീകമാണ് തേജസ്വിയുടെ വളർച്ച. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ RJDക്ക് സാധിച്ചിരുന്നില്ല. കയ്യിലിരുന്ന 4 സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. അവിടെ നിന്ന് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ മുൻനിരയിലെത്തിക്കാൻ തേജസ്വിക്ക് സാധിച്ചു. വോട്ട് ശതമാനം 4.79% ഉയർത്തി. ഇന്ത്യയിലെ ലോക ജനശക്തി പാർട്ടി 2019 6 സീറ്റുകൾ നേടി കരുത്ത് തെളിയിച്ചു. NDAയുടെ ഘടകമായ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയും സെക്കുലർ പാർട്ടിയും ബീഹാറിലെ രാഷ്ട്രീയ സ്വാധീന ശക്തികളാണ്. BJPയുടെ കണക്കുകൂട്ടൽ എന്തായാലും നിതീഷ് കുമാറിന്റെ വരവും BJPയുടെ സഹായത്തോടെയുള്ള സർക്കാർ രൂപീകരണവും NDAക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യപ്പെടില്ല എന്ന മട്ടിലാണ് സർവേ ഫലങ്ങൾ വരുന്നത്. ഇന്ത്യ മുന്നണിയിലെ RJDയും കോൺഗ്രസും നേട്ടമുണ്ടാക്കുമെന്നും ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ ഫലം പറയുന്നു. നിലവിലെ 7 സീറ്റുകൾ NDAക്ക് നഷ്ടപ്പെടുമെന്നാണ് പ്രവചനം. വോട്ട് ശതമാനം കുറയുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ മുന്നണിക്ക് 7% വോട്ട് വർധനയാണ് ഇന്ത്യ ടുഡേ പ്രവചിച്ചിരിക്കുന്നത്. അതേസമയം BJPയുടെ പ്രമുഖ നേതാവായുള്ള സുശീൽ കുമാർ മോദിക്ക് വീണ്ടും രാജ്യസഭാ സീറ്റ് നൽകാത്തത് ശ്രദ്ധേയമാണ്. പുതിയ ഗെയിം പ്ലാനുകളിൽ അദ്ദേഹം ഫിറ്റല്ലെന്ന വികാരം ദേശീയ നേതൃത്വത്തിനുണ്ടെന്നാണ് സൂചന. നിതീഷ് കുമാറുമായി ഏറെ സൗഹാർദ്ദം സൂക്ഷിക്കുന്ന നേതാവാണ് സുശീൽ കുമാർ മോദി. 2009 മുതലുള്ള സീറ്റ് നില നോക്കുകയാണെങ്കിൽ ആകെയുള്ള 40 സീറ്റുകളിൽ JDU BJP സഖ്യം 32 സീറ്റുകൾ തൂത്തുവാരി. അതിൽ 20 നേടിയത് നിതീഷ് കുമാറിന്റെ JDU ആണ്. UPAയുമായുള്ള സീറ്റ് ധാരണ ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ ലാലുവിന്റെ RJD, ലോക ജനതാ പാർട്ടി, സമാജ്വാദി പാർട്ടി എന്നിവരുമായി 4ാം മുന്നണി രൂപീകരിച്ചാണ് തെരഞ്ഞെടുപ്പിനിറങ്ങിയത്. RJD 4, കോൺഗ്രസ് 2, സ്വതന്ത്ര 2. വൻ തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിലാണ് ലാലു UPയിലേക്ക് പിന്നീട് മടങ്ങിയത്. 2014 നിതീഷ് കുമാറിന്റെ JDU ഇല്ലാതെ NDA സഖ്യത്തിന് 31 സീറ്റോടെ മിന്നും വിജയം. BJPക്ക് വൻ നേട്ടം. 12 സീറ്റിൽ നിന്ന് 22 സീറ്റായി ഉയർന്ന്. JDU 20 നിന്ന് 2 സീറ്റിലേക്ക് ചുരുങ്ങി. UPAക്ക് 7 സീറ്റിൽ വിജയം. 2019 JDU NDAക്കൊപ്പമായിരുന്നു. 40ൽ 39 സീറ്റിൽ മുന്നണിക്ക് ജയം. കോൺഗ്രസ്, RJD, രാഷ്ട്രീയ ലോക സമതാ പാർട്ടി ഉൾപ്പെടെ മഹാമുന്നണിക്ക് കോൺഗ്രസിന്റെ ഒറ്റ സീറ്റിൽ വിജയത്തോടെ തൃപ്തിപ്പെടേണ്ടി വന്നു.